അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. ഒരു പച്ചടിയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കുമ്പളൻ വെച്ചിട്ടോ വെള്ളരി വെച്ചിട്ടോ ചുരക്ക വെച്ചിട്ടൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ കുമ്പളാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചെറുതാക്കി വേണം ഇതിലേക്ക് മുറിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പളം ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും വേണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാം. ഒരു കുക്കറിലാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഞാൻ കുക്കർ ഓഫാക്കി. അതൊന്ന് തണുക്കുമ്പോഴേക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും തേങ്ങയും ഒരു മിക്സി ജാറിലേക്ക് ചേർക്കാം. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം, എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചേർത്താൽ മതി. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. എരിവിൻ്റെ പാകത്തിനനുസരിച്ച് 1-2 ചേർക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1 മതി. ഇനി ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് മുളക് ഇട്ടതിന് ശേഷം കൂടുതൽ അരക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. വേണമെങ്കിൽ 2-3 സ്പൂണ് വെള്ളം ചേർക്കാം. വെള്ളം ഇല്ലാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോ എന്നൊന്ന് നോക്കാം. പാകത്തിന് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. കൂടുതലായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4-5 ടേബിൾ സ്പൂൺ ഉടച്ച തൈരാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തൈര് ലാസ്റ്റ് ചേർത്താൽ മതി. തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തൈര് ഉടച്ചത് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടൊരു 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇപ്പോൾ കൂട്ടാൻ ഇവിടെ റെഡിയായി. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു അടിപൊളി മണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ തൈരും തേങ്ങയും പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം. ഇനി ഇത് കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പം കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചുവന്ന മുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി കടുക് വറുത്തത് കൂട്ടാൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കഴിക്കാൻ നേരം എടുത്താൽ മതി. ഇളക്കി കഴിഞ്ഞാൽ ആ കൂട്ടാനിൽ മുളകിൻ്റെ ചുവപ്പ് കളറ് മിക്സാകും. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ ദിവസവും നമ്മൾ വെറും ഉപ്പേരി അല്ലെങ്കിൽ തോരന് അങ്ങനെ ആക്കാതെ കുറച്ച് തൈരൊക്കെ കൂട്ടിയിട്ട് ഇത്തിരി കടുകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ നല്ല രുചിയാണ് ഈ പച്ചടി കഴിക്കാനെടുക്കുമ്പോൾ ഈ കടുക് വറുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു രുചിയൊക്കെ എല്ലായിടത്തും ആയിക്കോളും. ഇത് ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ മുളകിൻ്റെ ഒരു കളറ് കൂട്ടാൻ്റെ ഒരു ഭംഗി പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിക്കാൻ നേരം മിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊരു ദിവസം ഉച്ചക്കാണ് കഴിച്ചത്. ഉച്ചക്ക് ഇതിൻ്റെയോട് കൂടിയിട്ട് ചെമ്മീനും ഉണ്ടായിരുന്നു. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.